വിശ്വാസികൾക്ക് മുന്നിൽ വികാരാധീനായി യജ്ഞാനായ യാക്കോബായ സുറിയാനി സഭ മുൻ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ സേവറിയോസ് സസ്പെൻഷൻ നടപടി എന്തിനാണെന്ന് അറിയില്ല. വിശ്വാസികൾ തനിക്കൊപ്പമുണ്ടെന്നും അവരുടെ സ്നേഹം മാത്രം മതിയെന്നും മാർ സേവറിയോസ് പറഞ്ഞു. പത്തനംതിട്ട റാന്നി സെന്റ് തോമസ് ജ്ഞാനായ വലിയ പള്ളിയിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയായിരുന്നു മുൻ മെത്രാപ്പൊലീത്ത. പ്രൊവോക്കേറ്റ് ചെയ്യുന്ന ആരെങ്കിലും പ്രകോപിപ്പിക്കുന്ന ഒരു വാക്ക് ഓഡിയോ വീഡിയോ ക്ലിപ്പുകളോ ടെക്സ്റ്റ് മെസ്സേജോ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊക്കെ ഈ 20 വർഷമായി ആർക്കെങ്കിലും മനസ്സിന് വേദന വരുന്നത് സ്റ്റേജിൽ മൈക്കിൽ മുമ്പിൽ നിന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവജനത്തിൽ ഞാൻ പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങളുമായി. പ്രവീൺ, എന്താണ് പറയുന്നത്? നികേഷ്, ജ്ഞാനായ യാക്കോബായ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ സേവോറിയോസ് ഇന്ന് പത്തനംതിട്ട റാന്നി സെന്റ് തോമസ് ജ്ഞാനായ വലിയ പള്ളിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് എത്തിയിരുന്നു. ആ ശുശ്രൂഷയ്ക്കിടെയാണ് അദ്ദേഹം വിരുമ്പിയത്. കാരണം അദ്ദേഹത്തിനെതിരെ ഒരു സസ്പെൻഷൻ നടപടി നേരത്തെ വന്നിരുന്നു. അതിനുശേഷം കോട്ടയം കോടതിയിൽ നിന്നും ആ സസ്പെൻഷൻ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവും ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് വിശ്വാസികൾ നൽകിയ ഒരു ഹർജിയെ തുടർന്നാണ് ആ സസ്പെൻഷൻ നടപടികൾ റദ്ദാക്കിയത്. പ്രധാനമായും കുര്യാക്കോസ് മാർ സേവോറിയസിനെതിരെയുള്ള ഒരു ആരോപണം അന്ത്യോക്യ പാത്രിയർക്കീസ് ബാബയിൽ നിന്നാണ് വന്നത്. അതായത് അമേരിക്കയിൽ വെച്ച് ഓർത്തഡോക്സ് വൈദികർക്ക് ശുശ്രൂഷയ്ക്കുള്ള അവസരം ഒരുക്കി, ഒപ്പം തന്നെ ഓർത്തഡോക്സിലെ പ്രധാനപ്പെട്ട വൈദികർക്ക് സ്വീകരണം നൽകി. ഇങ്ങനെയുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും അന്ത്യോക്യ പാത്രിയർക്കീസ് ബാബയിൽ നിന്നും വന്നിരുന്നത്. ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ നടപടികൾ ഉൾപ്പെടെയുള്ളവയുമായി ഈ അന്ത്യോക്യോസ് പാത്രിയർക്കീസ് ബാബ മുന്നോട്ട് പോയത്. എന്നാൽ അതിനെ ജ്ഞാനായ സഭ ഒന്നടങ്കം എതിർക്കുകയാണ്. ഇന്നിപ്പോൾ സഭാവിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ നടക്കുന്നതിനിടെ പിന്തുണയുമായി എത്തി. പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് താൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് തനിക്ക് മനസ്സിലാകുന്നില്ല. ഈ അമേരിക്കയിൽ വെച്ച് ഓർത്തഡോക്സ് വൈദികർക്ക് സ്വീകരണം നൽകിയതും അവിടെ വെച്ച് താൻ പറഞ്ഞ കാര്യങ്ങളുമെല്ലാം അത് ലൈവായി തന്നെ അവരുടെ സൈറ്റുകളിൽ കൂടി പോയിട്ടുള്ളതാണ്. അത് ആർക്ക് വേണമെങ്കിലും കേൾക്കാവുന്നതാണ്. അപ്പോൾ തൻ്റെ ഭാഗത്ത് നിന്നൊരു തെറ്റ് വന്നതായി തോന്നുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ സഭ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. മറ്റൊന്ന്, ഈ അന്ത്യോക്യോസ് പാത്രിയർക്കീസ് ബാബയുടെ അവിടെ നിന്നുള്ള ഒരു ഭരണഘടന ഉണ്ട്. ആ ഭരണഘടന അനുസരിക്കേണ്ട ഒരു അവസരമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെതിരെ ഈ മാസം ഒടുവിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട യോഗം സഭയുടേതായി കൂടുന്നുണ്ട്. ആ യോഗത്തിൽ വെച്ച് ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു ഈ അന്ത്യോക്യോസ് പാത്രിയർക്കീസ് ബാബ അവിടെ നിന്നുള്ള ഭരണഘടനാപരമായിട്ടുള്ള നിയന്ത്രണം തങ്ങൾ അംഗീകരിക്കില്ല. അതേസമയം ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ തങ്ങൾ അംഗീകരിക്കാം എന്ന നിലപാടാണ് കുര്യാക്കോസ് മാർ സേവോറിയോസ് മെത്രാപ്പൊലീത്ത പറയുന്നത്. ഒപ്പം തന്നെ ഈ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അനുസരിക്കുമെന്ന് പറയുമ്പോൾ ഭരണഘടന തങ്ങൾക്ക് അനുസരിക്കാൻ അത് ബുദ്ധിമുട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ അന്ത്യോക്യോസ് പാത്രിയർക്കീസ് ബാബയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കുര്യാക്കോസ് മാർ സേവോറിയോസ് എടുത്തിരിക്കുന്നത്. അത് അദ്ദേഹം എണ്ണി കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ശുശ്രൂഷയ്ക്കിടെ അദ്ദേഹം വിതുമ്പിക്കൊണ്ടാണ് സംസാരിച്ചത്. സഭാവിശ്വാസികളോട് എല്ലാ കാര്യങ്ങളും എന്താണ് നടന്നത് എന്നതുൾപ്പെടെ ഈ ദേവാലയത്തിനുള്ളിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു. ആ സന്ദർഭത്തിൽ അദ്ദേഹം കണ്ണിൽ നിന്നും കണ്ണീർ വന്നുകൊണ്ട് അത്രയും വികാരപരമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. അപ്പോഴെല്ലാം ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. നികേഷ്, പ്രവീണാണ് വിശദാംശങ്ങൾ നൽകിയത്.